നമുക്കിനി പശ്ചിമേഷ്യയിലേക്ക് ഒന്ന് പോകണം. അവിടെ പ്രധാനമായും ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസമായി പുരോഗമിക്കുകയായിരുന്നു. ജാരഡ് കുഷ്ണർ, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി, ആദ്യം ഹമാസിന്റെ നേതാക്കളെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവരുമായി വിജയകരമായ ചില കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നലെയാണ് പിന്നീട് പലസ്തീനിലെത്തുകയും നെതന്യാഹുവിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം ഇസ്രായേലിന് വലിയ വിജയം ഈ ചർച്ചകളിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കാതെ അവിടെ ഒരു പുനർവിന്യാസമോ പുനർനിർമ്മാണമോ നടക്കില്ല എന്ന് ഇരുപക്ഷവും ധാരണയിലെത്തി എന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. അതായത് പൂർണ്ണമായും ഹമാസിനെ നിരായുധീകരിക്കും. അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഒരിക്കലും പുനരുപയോഗിക്കാൻ പറ്റാത്ത വിധമുള്ള നിരായുധീകരണമായിരിക്കും നടക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജാരഡ് കുഷ്ണർ പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ ഈ നിരായുധീകരണത്തിൽ പുരോഗതി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് ഏതാണ്ട് അംഗീകരിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്നും വ്യക്തമാക്കുമ്പോൾ ചർച്ചകളിൽ ആത്യന്തികമായ വിജയം ഇസ്രായേലിനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുവരെ ഇസ്രായേലിൻ്റെ പിന്മാറ്റം ഗസയിൽ നിന്നുണ്ടാവില്ല എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. വിനോദ്, ഇതിപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഭീകരതയിലേക്കോ ആക്രമണത്തിലേക്കോ തിരിയുകയാണെങ്കിൽ, അവർ വീണ്ടും ആയുധം സംഭരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നടപടിയെടുക്കാനുള്ള അവകാശം ഇസ്രായേൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം പറയുന്നത്. അതിലെന്താണ് വ്യക്തത വന്നിരിക്കുന്നത്? ഇസ്രായേലിന് വിജയകരമായ ഒരു ഫോർമുല രൂപപ്പെട്ടു എന്ന് വേണമോ കരുതാൻ? രഞ്ജിത്ത്, ഇപ്പോൾ ഹമാസ് പൂർണ്ണമായും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അവർ കരാറിൻ്റെ ഭാഗമായുള്ള വ്യവസ്ഥകൾ അംഗീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആയുധങ്ങൾ കൈമാറുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഹമാസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് കടുംപിടുത്തമാണ്. അവർ അങ്ങനെ ഒരു നിലപാടിലേക്കാണ് പോയിട്ടുള്ളത്. കാരണം ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമായ പലസ്തീനിലേക്ക്, ഗസയിലേക്കൊക്കെ തന്നെ വിഷയം ചുരുക്കിക്കൊണ്ടുവന്നുള്ള അമേരിക്കയുടെ ചില ഒത്തുതീർപ്പ് ഫോർമുലകൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ച് ഇതിൽ നിന്ന് തലയൂരുക എന്നൊരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ഇസ്രായേലിൻ്റെ ചില നീക്കങ്ങൾ. അതായത് ഈ ഒരു സമാധാനം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗസയിൽ ഒരു ഈ ബോർഡ് ഓഫ് പീസ് എന്ന തരത്തിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ സാധ്യമല്ലാതാകും. ഇറാൻ ആണവശക്തിയാകുമെന്ന ആശങ്ക അപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ഇറാനിൽ നിന്നുള്ളൊരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗസയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യവും ഇസ്രായേൽ ബോധപൂർവം സൃഷ്ടിക്കില്ല എന്ന് തന്നെയാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയം കൂടിയുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒക്ടോബറിൽ ഇസ്രായേലിൽ പൊതുതെരഞ്ഞെടുപ്പ് വരികയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ദേശവികാരം ഉണർത്തി നിർത്തണമെങ്കിൽ തീർച്ചയായും ശത്രുരാജ്യങ്ങളുമായി ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഒരു സമാധാന കരാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഭരിക്കുന്ന പാർട്ടിക്ക് അങ്ങനെ വലിയൊരു മൈലേജ് ഉണ്ടാകില്ല. മാത്രമല്ല, ജനങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ഈ ഭരണകാര്യങ്ങളിലേക്ക് തിരിയും. അങ്ങനെയെങ്കിൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് പോലെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അത് ഇസ്രായേലിലും ഇപ്പോഴുള്ള ഭരണകൂടം ഭയപ്പെടുന്നുണ്ട്, നെതന്യാഹു ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പല ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും നെതന്യാഹു മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. മാത്രമല്ല, അമേരിക്ക പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഈ യുദ്ധം തങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകുമെന്ന വലിയ വെല്ലുവിളി നടത്താനുള്ള ഒരു നിലയിലേക്ക് വരെ നെതന്യാഹു എത്തി എന്നത് തന്നെയാണ് നേരത്തെ ലോകത്തെ ഞെട്ടിച്ചത്. ആ ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഗസയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ആയുധത്തിൻ്റെ നിരായുധീകരണം, ഹമാസിനെ സംബന്ധിച്ച് നിരായുധീകരണം അവർ അത് പൂർണ്ണമായി അംഗീകരിച്ചു എന്നാണ് നമുക്ക് ഇപ്പോഴുള്ള വാർത്തകൾ, അവിടെ നിന്ന് വരുന്ന വിദേശ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. രഞ്ജിത്ത്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരായുധീകരണം അവിടെ വീണ്ടും ഈ ഉപേക്ഷിച്ച ആയുധങ്ങൾ ഹമാസ് പ്രയോഗിക്കുന്നു, അവർ അത് വീണ്ടും വീണ്ടും പുനരുപയോഗിക്കുന്നു എന്നുള്ള പരാതിയൊക്കെ ആയിരുന്നല്ലോ ഇസ്രായേൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജാരഡ് കുഷ്ണർ അടക്കം പറയുന്നത് ഈ ആയുധങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുന്നത് വരെ അതിനുള്ള ശ്രമങ്ങളാണ്. അതിനിപ്പോൾ അവർ നിയോഗിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഒരു മേജർ ജനറൽ തന്നെ ഇത്തരം നിരായുധീകരണത്തിനുള്ള പ്രധാന ആളായി പ്രവർത്തിക്കുമെന്നുള്ളതൊക്കെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് പോസിറ്റീവാണ്. ഇത് ഈ ഖലീൽ അൽ ഖയ്യ, അത് ഹമാസിൻ്റെ മേധാവിയാണ്, ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പാണ് ഏറ്റവും ഒടുവിലെത്തിയത്. അതായത് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട്, അതും ഒരു തന്ത്രപരമായ നീക്കം തന്നെയാണ്. കാരണം ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ ഇറാനിൽ നിന്ന്, പശ്ചിമേഷ്യയിൽ നിന്ന്, ഹോർമൂസിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുക, അല്ലെങ്കിൽ അമേരിക്ക പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിന് അനുഗുണമായ തരത്തിൽ കാര്യങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട്
നിലപാട് സ്വീകരിക്കുക എന്ന ഒരു ഹമാസിൻ്റെ തന്ത്രപരമായ നീക്കം കൂടി നമ്മളിതിൽ കാണണം. ഹമാസ് അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഈ കരാറിനെ അംഗീകരിച്ചുകൊണ്ടുള്ള നിലയിൽ പോകുമ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളുണ്ട്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ചകളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ തള്ളുകയാണ് ഉണ്ടായത്. അവിടെയാണ് ഈ ചർച്ചകളുടെ ഇനിയുള്ള സാധ്യതകൾ, അത് എങ്ങനെ മുന്നോട്ട് പോകും. അവിടെ കുഷ്ണർ അടക്കമുള്ളവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് 1 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും, സമാധാനമുണ്ടാകും, ഇസ്രായേലിന് അവരുടെ നിലപാട് പറയാനുള്ള എല്ലാ അധികാരവുമുണ്ട് എന്ന് അമേരിക്ക പറയുമ്പോൾ അമേരിക്കയ്ക്ക് പോലും ആത്മവിശ്വാസമില്ല ഇത് എപ്പോൾ പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഇസ്രായേൽ തങ്ങളുടെ വഴിക്ക് വരുമോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് പോലും യാതൊരുവിധ ഉറപ്പുമില്ല എന്നതാണ്. മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ ചൊടിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകിയത്, പ്രത്യേകിച്ച് UK-യുമായി ഇപ്പോൾ ഇസ്രായേൽ ഇടയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. പലസ്തീന് അങ്ങനെ ഒരു പ്രത്യേക രാജ്യം എന്ന പദവി നൽകിയപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു UK. അതുകൊണ്ട് തന്നെയാണ് ഒരു മുസ്ലിം റിപ്പബ്ലിക് ഉണ്ടായാൽ, ഇസ്ലാം റിപ്പബ്ലിക് ഉണ്ടായാൽ അതിലെ ആദ്യത്തെ രാജ്യം UK ആയിരിക്കും എന്ന് തുറന്നടിച്ചുകൊണ്ട് നെതന്യാഹു രംഗത്ത് വന്നത്. അങ്ങനെ ഒരു വലിയ ആക്ഷേപമാണ് അത്. UK സംബന്ധിച്ച് അവർ വലിയ വൈകാരികമായാണ് അങ്ങനെ ഒരു പ്രസ്താവനയെ കണ്ടത്. തീർച്ചയായും ഇസ്രായേലുമായി ഇടയുന്ന നിലയിലേക്ക് അവർ പോകുന്നു. ഇസ്രായേലിൽ നിന്നുള്ള ഇറക്കുമതി, അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് സാധനങ്ങൾ കയറ്റിയേക്കുന്നത്, ഇതിനെല്ലാം നിരോധനം കൊണ്ടുവരണമെന്ന്, ഉപരോധം കൊണ്ടുവരണമെന്ന് UK-യിൽ വലിയ ശക്തമായ ആവശ്യം പോലും ഉയർന്നു വരുന്ന ഒരു നിലയുണ്ടായി. ആ തരത്തിൽ ഒരു ഘട്ടത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി ഇസ്രായേലിൻ്റെ നിലപാടുകളെ പിന്തുണച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം അവരുമായി ഇടയുന്ന ഒരു കാഴ്ച കൂടി നമ്മളിപ്പോൾ കാണുകയാണ്. ഗസയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നു. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം, അതായത് ഒക്ടോബർ 17 ആക്രമണം, ഹമാസ് ആക്രമണം 2023 അവിടെ തുടങ്ങിയ ഒരു പ്രശ്നമാണ്. അതുമുതലാണ് ഈ ആക്രമണങ്ങളിലേക്ക് കടക്കുകയും ഇറാൻ യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ ഒക്ടോബറിലെ ആക്രമണമാണ്. അതിനടിസ്ഥാനമായത് ഗസയിലെ പലസ്തീനിലെ വിഷയമാണ്. ആ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് അവിടെ സമാധാനം കൈവരിക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് അമേരിക്ക പോകുന്നത്. തിരിച്ചു വരാം.